ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇക്കാനെ കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഒരു റൌഫ് ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറെയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ എടവണ്ണയൊക്കെ ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എടവണ്ണയിലും കായംകുളത്തൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എടവണ്ണ കാണിച്ചപ്പോൾ അവിടുന്ന് ഒരു അഷ്റഫ് ഡോക്ടറാണ് നമ്മളോട് പറഞ്ഞത് കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കാൻ. അപ്പോൾ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആയി കേട്ടോ, 5-6 മാസമായി. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിന് നല്ല അത്യാവശ്യം പൈസയുണ്ട്. 6000 രൂപയായിട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും പൈസയുടെ ഇതുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ട് പോയതായിരുന്നു. ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അവസാനം പോവാൻ തീരുമാനിച്ചിറങ്ങിയതാണ്. അപ്പോൾ 10 ദിവസം മുമ്പ് എങ്ങാണ്ട് ബുക്ക് ചെയ്തതാട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡേറ്റ് കിട്ടത്തുള്ളൂ. കഴിഞ്ഞ 29-ാം തീയതി എങ്ങാണ്ട് ബുക്ക് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ ഈ 8-ാം തീയതി ഡേറ്റ് കിട്ടിയത്. അതും 9:30 ആകുമ്പോഴത്തേക്ക് എത്താൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ രാവിലെ 7:30 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോകുന്നത്. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു 10 മണിയൊക്കെ ആവും. അപ്പോൾ രാവിലെ തന്നെ ആരും കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കിയതുമില്ല, കഴിച്ചതുമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ പോവുകയാണ്. ഇക്കാൻ്റെ അസുഖം എന്താന്ന് വെച്ചാൽ ഇക്കാക്ക് ഭയങ്കര ഫുഡ് അലർജി കേട്ടോ. ഫുഡ് അലർജി എന്ന് പറഞ്ഞാൽ ആട്ട കഴിക്കുമ്പോൾ ഉണ്ട്. നേരത്തെയൊക്കെ ചപ്പാത്തി ഒത്തിരി കഴിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഇക്കാൻ്റെ വിചാരം ചപ്പാത്തി കഴിക്കുന്നത് നല്ലത്, ചോറ് ഒഴിവാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ചപ്പാത്തി കഴിക്കും. പക്ഷെ അന്നേരമൊക്കെ വയറിന് ബുദ്ധിമുട്ട് വരും. നമ്മുടെ ഇവിടുത്തെ നോർമൽ ചോറുണ്ടല്ലോ, ചോറ് കഴിക്കാൻ പറ്റത്തില്ല. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദഹിക്കാനൊക്കെ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡയറിയ വരുമോ, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ എന്താ നമ്മൾ കൊതുക് കടിച്ചതുപോലെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. അപ്പം തൊട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കാൻ തുടങ്ങിയത്. കുറേ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു, കുറേ ലാബ് ടെസ്റ്റ് ചെയ്തു. അതിനകത്തൊന്നും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെയാണ് ഇത് ഫുഡ് അലർജി ആണെന്ന് കണ്ടുപിടിക്കുന്നതും. പക്ഷെ ഏത് ഫുഡാന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഫുഡ് മാറ്റി നിർത്തി. ഇപ്പോൾ ചോറ് കഴിക്കാതെ ചേന, കാച്ചിൽ, ചേമ്പ് അങ്ങനത്തെ മാത്രമാക്കി. അപ്പോൾ ഈ മുളകൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആട്ട പോലുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ ഏത് ഫുഡാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കുറേ മീൻ ഒഴിവാക്കി, ചിക്കൻ ഒഴിവാക്കി, അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കി നോക്കി. പക്ഷെ എന്തൊക്കെ സ്കിപ്പ് ചെയ്തിട്ടും എന്തിനകത്തുനിന്നാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഇക്ക കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സിട്രിസിൻ കഴിക്കുക. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ സിട്രിസിൻ കഴിച്ചിട്ടാണ് ഈ ചോർച്ചയിൽനിന്നും ബുദ്ധിമുട്ടുന്നതൊക്കെ എന്താ പറയുക രക്ഷപ്പെട്ടു പോകുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ടാണെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ശ്വാസതടസ്സം പോലെ തോന്നുക, അലർജി കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. പിന്നെ ശ്വാസതടസ്സം പോലെ തോന്നുക, വയറിന് ബുദ്ധിമുട്ട്, അങ്ങനെ ഭയങ്കര എന്താ പറയുക ഒന്നിനും പറ്റാതായ സമയത്താണ് ഞങ്ങൾ ഡോക്ടറെ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ. അങ്ങനെ ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്തു. അവിടുത്തെ ഒരു സീനിയർ ഡോക്ടറാണെന്ന് പറഞ്ഞത്, റൌഫ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയെ തന്നെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് മോളിങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഒരു നല്ല മൂഡൊന്നും അല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 9:30 ആകുമ്പോൾ നമുക്ക് കോഴിക്കോട് എത്തുകയും വേണം. അതായി അരീക്കോട് റൂട്ടിൽ കൂടിയാട്ടോ നമ്മൾ കോഴിക്കോട് പോയിട്ടുള്ളത്. ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു നമുക്ക്. 7:30 ഇറങ്ങിയിട്ട് 9:23 ആയിട്ടാണ് നമ്മൾ ആശുപത്രിയിൽ എത്തുമ്പോൾ. കാണാനായിട്ട് പുറത്തോട്ട് അസുഖമൊന്നും ഇല്ലെങ്കിലും ഇക്ക ഈ ഒരു അസുഖം കൊണ്ട് വർഷങ്ങളായിട്ട് കഷ്ടപ്പെടും കേട്ടോ. കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പേ ഉണ്ട്. ഏകദേശം ഒരു 10-20 വർഷമൊക്കെ ആയിട്ടുണ്ടാവുന്ന ഇക്ക പറയുന്നത്. ഇന്നത്തെ ഈ ഒരു പോക്കോട് കൂടിയെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടെസ്റ്റ് ചെയ്താലെങ്കിലും ഒന്ന് അത് അറിയുവാണെന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നമുക്കത് കഴിക്കേണ്ട, മാറ്റി നിർത്തിയാൽ മതിയല്ലോ. ഇതുവരെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു. കുറെ എത്ര നാളാന്നറിയോ ചോറൊക്കെ കഴിക്കാതിരുന്നത്. ചോറ് തീരെ കഴിക്കത്തില്ലായിരുന്നു. ചേന, കാച്ചിൽ മാത്രം കഴിച്ചുകൊണ്ട് അങ്ങനെ നടന്നു. അങ്ങനെ അതേ അവസാനം നമ്മൾ ആശുപത്രി എത്തി. വണ്ടിയിൽ ഇരുന്ന് വല്ലാണ്ടായി പോയിട്ട് രാവിലെ തന്നെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പിന്നെ അതേ ചെസ്റ്റ് ഹോസ്പിറ്റൽ എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ നമ്മൾ ആശുപത്രി എത്തി. ആശുപത്രിയിൽ ഫസ്റ്റ് അപ്പോയിൻമെന്റ് ആയതുകൊണ്ട്
കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എഴുതി കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പം നമ്മൾ ചെന്നപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. നമുക്ക് ആദ്യമാണ്, നമുക്കൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ ഈ ഡോക്ടർക്ക് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തത് കൊണ്ട് OP ടിക്കറ്റ് എടുക്കുക അങ്ങനെയൊന്നുമില്ല. നേരിട്ട് ഡോക്ടർ ഇരിക്കുന്നതിൻ്റെ അങ്ങോട്ട് തന്നെ കയറി പോവുക. അപ്പോൾ അവിടെ ചെറിയൊരു ഇതുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഫയലൊക്കെ ശരിയാക്കേണ്ടത്. അപ്പോൾ അതെല്ലാം ശരിയാക്കിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു റൂമുണ്ട് കേട്ടോ. അപ്പോൾ ആ റൂമിൽ നമുക്ക് കയറിയിരിക്കാം. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഒരു മൈക്കിൽ വിളിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ റൂം പോലെ ഉണ്ട്. അപ്പം ഭയങ്കര സുഖമായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇക്കാക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് ആദ്യത്തെ നമ്പർ തന്നെ നമ്മളെ വിളിച്ചു കേട്ടോ. അപ്പോൾ വിളിച്ചു, ഇതുവരെയുള്ള ഹിസ്റ്ററി ഒക്കെ ചോദിച്ചറിഞ്ഞ് എല്ലാം ഇതാക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാം. ആ ടെസ്റ്റിന് ഒരൊറ്റ ടെസ്റ്റ്, ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അതിന് 6000 രൂപ കേട്ടോ. അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറുടെ റൂമിലോട്ട് തന്നെ ലാബ് ഇൻചാർജിനെ വിളിച്ചു വരുത്തിയിട്ട് ഇക്കാനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു ഡോക്ടറാണെങ്കിലും. ഇനി ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടാനായിട്ട് 3 ദിവസം എങ്ങാണ്ട് പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് അവരെ നമുക്ക് വാട്സാപ്പ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഡോക്ടർക്കും വാട്സാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട മരുന്ന് എന്താണെന്നോ ഫർദർ ട്രീറ്റ്മെന്റ് എന്താ വേണ്ടതെന്നൊക്കെ വാട്സാപ്പ് വഴി തന്നെ പറയാം. നമ്മൾ അങ്ങോട്ട് ചെല്ലണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അത് തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. കാരണം അത്രയും ദൂരം നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഇന്ന് ഒരു ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ടാബ്ലറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഫാർമസിയുടെ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രൈവർ ഫൈസൽ കാക്ക. ഫൈസൽ കാക്ക ഒരുപാട് ഹെൽപ്ഫുൾ ആണ് നമുക്ക് എല്ലാ കാര്യത്തിനും. അപ്പോൾ മരുന്ന് മേടിക്കാനാണെങ്കിലും എല്ലാം ഒത്തിരി നമ്മെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സമയമായപ്പോഴത്തേന് ഞാനും മോളും എല്ലാം വിഷമം ഒരു വിധമായിട്ട് ഒന്നും കഴിക്കാതെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ആ മരുന്നൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് പുറത്തിറങ്ങി ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോവാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി റിസൾട്ട് വന്നിട്ട് എന്താ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.